സിമ്പിൾ ഡിപി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചക്കക്കുരു പൊടിമാസ് ഉണ്ടാക്കാം. ഇത് എങ്ങനെയെന്ന് നോക്കാം. ചക്ക നമ്മുടെ നാട്ടിൽ ധാരാളം ഉള്ളതുകൊണ്ട് ചക്കക്കുരു നമ്മുടെ നാട്ടിൽ ഒരു വിലയില്ലാത്ത സാധനം പോലെയാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിലും ഇതിൻ്റെ ഗുണങ്ങൾ വളരെയധികം ഏറെയാണ്. ഒരു 10-12 ചക്കക്കുരു എടുത്ത് ഇതിൻ്റെ പുറന്തൊഴി പൊളിച്ച് മാറ്റി വയ്ക്കാം. ചെറുതായി മുറിച്ച് നല്ലതുപോലെ കഴുകിയെടുക്കാം. ചക്കക്കുരു ക്യാൻസറിനെ പോലും പ്രതിരോധിക്കും എന്നാണ് പറയുന്നത്. ഇനി എന്താണ് വേണ്ടത് എന്ന് നോക്കാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മുറിച്ചെടുക്കാം. ആദ്യം ഞങ്ങളും ചക്കക്കുരുവിനെ ഒരു വിലയില്ലാത്ത സാധനം പോലെ തന്നെയാണ് കണക്കാക്കിയത്. പിന്നെ അതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞ ശേഷമാണ് നല്ലതുപോലെ ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഇത് പൊടിച്ചെടുക്കുവാൻ വേണ്ടിയാണ്. ഇനി മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാം. നല്ലതുപോലെ പൊടിച്ചെടുക്കണം. അരി പൊടിച്ചാൽ ഉണ്ടാകുന്നത് പോലെ പൊടിച്ചെടുക്കണം. ഇതാ കണ്ടില്ലേ, ഈ പാത്രത്തിൽ പൊടിച്ച് വെച്ച രീതിയിൽ പൊടിച്ചെടുക്കുക. എന്നാലാണ് പൊടിമാസ് ഉണ്ടാക്കിയാൽ സ്വാദുണ്ടാവുക. ചക്കക്കുരു പൊടിയാതെ കട്ടയായിരിക്കുമ്പോൾ അത്ര ശരിയാവില്ല. ചെറുതായി മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുമ്പോൾ വേഗം പൊടിഞ്ഞു കിട്ടുന്നുണ്ട്. ഇനി ഇതൊന്ന് ആവി കയറ്റി എടുക്കാം. ഇത് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കൈകൊണ്ട് തന്നെ ഇതിലുള്ള പൊടിയാത്ത ചക്കക്കുരു മാറ്റി വീണ്ടും പൊടിച്ചെടുക്കാം. അപ്പോൾ എല്ലാം പൊടിഞ്ഞു കിട്ടും. ഇനി 250 ഗ്രാം ചെമ്മീൻ പൊളിച്ച് കഴുകി വൃത്തിയാക്കി മാറ്റി വെക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് നമുക്കിത് ഇളക്കി മാറ്റി വയ്ക്കാം. കൈകൊണ്ട് ചേർത്തെടുക്കുന്നതാണ് നല്ലത്.
ഇത് അരമണിക്കൂർ നേരം മാറ്റി വയ്ക്കുന്നതാണ് നല്ലത്. ഇനി ഒരു ഫ്രൈയിങ് പാനിലേക്ക് കുറച്ച് എണ്ണയൊഴിച്ച് മസാല ചേർത്ത് വെച്ച ചെമ്മീൻ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് മുഴുവനായി വേവിക്കേണ്ടതില്ല, 1/4 ഭാഗം വെന്ത് കിട്ടിയാൽ മതി. ചെമ്മീൻ അധിക നേരം വെന്താൽ അത് റബ്ബർ പോലെ ആവും. അതുകൊണ്ട് എപ്പോഴും ചെമ്മീൻ വേവിക്കുമ്പോൾ അധികമായി വേവിക്കരുത്. അതാണ് ചെമ്മീനിൻ്റെ സ്വാദ്. ഇനി ഇത് ആയി എന്ന് കണ്ടാൽ നമുക്ക് ഇത് കോരി മാറ്റാം. ഒന്ന് തണുത്ത ശേഷം മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. ഇനി ഫ്രൈയിങ് പാനിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചതിട്ട് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമണം മാറി എന്ന് കണ്ടാൽ അതിലേക്ക് 1 സവാള മുറിച്ചത് ഇട്ട് കൊടുക്കാം. സവാളയൊന്ന് വഴന്നു വന്നാൽ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും ഇട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണം പോകുന്നതുവരെ വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് പൊടിച്ച് ആവി കയറ്റിയെടുത്ത ചക്കക്കുരു ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ച ചെമ്മീനുമിട്ട് ഒന്ന് നല്ലതുപോലെ ഇളക്കി വേവിക്കാം. നല്ലതുപോലെ ആയി എന്ന് കണ്ടാൽ അതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക.
എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.